അസ്സലാമു അലൈക്കും. അപ്പോൾ വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 5:05 ശരിക്കും പറഞ്ഞാൽ ഇന്നലേക്ക് എനിക്ക് നല്ല തലവേദനയും മൈഗ്രെയിനൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അലാറൊന്നും വെക്കാതെ വൈകി എഴുന്നേക്കണമെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് ഞാൻ കിടന്നത്. പക്ഷേ എന്നിട്ടും 4:50 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രഷ് ആൻഡ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ തേക്കാൻ വന്നു. തലവേദന ഒന്ന് കുറവുണ്ടെങ്കിലും ഫുള്ള് മാറിയിട്ടില്ല കേട്ടോ. ചെറിയൊരു തലക്ക് എന്തോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ പഠിക്കാനൊന്നും നിൽക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നമ്മൾ തേച്ചിട്ട് പിന്നെ പതുക്കെ ഒന്ന് എനിക്കൊന്ന് ടേബിൾ വൃത്തിയാക്കണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ കോളേജിൽ പോകുന്നതാണ് കരുതണത്. അല്ലാതെ രാവിലെ പഠിക്കല ഒന്നും ചെയ്യുന്നില്ല, കാരണം എനിക്ക് നല്ല മൂഡൊന്നുമില്ല. അപ്പോൾ എന്തായാലും തേച്ചെല്ലാം കഴിഞ്ഞിട്ട് വെള്ളവും കുടിച്ച് ഞാൻ പിന്നെ കുറച്ച് നേരം ശരിക്കും പറഞ്ഞാൽ റിലാക്സ് ചെയ്ത് എനിക്ക് എന്തായാലും ടൈമുണ്ട്. അപ്പോൾ പതുക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ തൽക്കാലം എൻ്റെ ടേബിളിൻ്റെ കോലം ഇതാണ്, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വൃത്തിയാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം ഇതൊക്കെ ഞാൻ ടേബിളിൻ്റെ വിരിയൊക്കെ കലക്കാനെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കോലം വൻ മോശമാണ്. ഇതൊക്കെ എനിക്ക് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഇതെന്ന് പറയണത് എനിക്ക് NSSന് വേണ്ടി ബീച്ച് ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. ഗാന്ധി ജയന്തിൻ്റെ ഭാഗമായിട്ട് വളപ്പ് ബീച്ച് കണ്ടിട്ടാണ് ക്ലീൻ ചെയ്യാൻ പോയത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ വൈറ്റ് ഡെസ്ക് അല്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വൈറ്റ് വിരിക്കുകയാണ് ചെയ്യണത്. ഇടയ്ക്കിടയ്ക്ക് കഴുകില്ലെങ്കിൽ ഭയങ്കര അഴുക്കായിട്ടുണ്ടാകും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് വൃത്തിയാക്കാനും തോന്നില്ല. എന്താണെന്ന് പറയുക, എനിക്ക് വൃത്തിയാക്കാനുള്ള ആ ഒരു ഇതും ഇല്ല. പിന്നെ അപ്പോൾ ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ഇപ്പോൾ കുറച്ച് നേരമൊക്കെ തിന്നിട്ട് വരാൻ നേരത്തെ ഇങ്ങനെ കുറേ തപ്പലിന് ശേഷം എനിക്ക് കപ്പലിൻ്റെ മിഠായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അത് കഴിച്ച് പതുക്കെ ഞാൻ ചെയ്യണുള്ളൂ. എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞോളൂ, എല്ലാം പതുക്കെ റിലാക്സ് ആയിട്ട് ചെയ്യണുള്ളൂ. കാരണം മറ്റേന്ന് പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ അവസാനം തിരക്ക് പിടിച്ച് പഠിത്തം കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ എല്ലാം തിരക്ക് പിടിച്ച് വെപ്രാളം പിടിച്ചാണ് റെഡിയായി ഒന്ന് ബസ് സ്റ്റോപ്പിൽ എത്തുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്തായാലും നല്ല ടൈമുണ്ട്. ഇന്നലത്തെ ആ തലവേദനയുടെ ഞാൻ പ്രശ്നം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ വന്നിട്ട് കോളേജിൽ വന്നിട്ടും ജസ്റ്റ് കിടക്കുക തന്നെ ചെയ്തത്. അപ്പോൾ എനിക്ക് ഫോണിൽ നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കപ്പലിൻ്റെ മിഠായി തിന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം എന്തെങ്കിലും ഇമെയിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ നോക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ നേരത്തൊന്നും ഇറങ്ങാറില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഭയങ്കര തിരക്കാണ്, ഭയങ്കര വെപ്രാളം പിടിച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ടൈം കിട്ടിയപ്പോൾ ഞാൻ ഇറങ്ങി. അപ്പോൾ ആ വർക്ക് ഏരിയ വാതിൽ തുറക്കുമ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് പൂച്ച എപ്പോഴും വരും. അയാൾ ഇപ്പോഴും വന്നിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം ഓപ്പൺ ടെറസിൽ പോയി നിൽക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അവിടെ നല്ല രസമാണ് ഈ നേരത്ത് പോയി നിൽക്കാൻ. അപ്പോൾ 6:15 ആയപ്പോഴേക്കും ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് തട്ടൻ ചുറ്റാനും എന്തെങ്കിലും മുഖത്തുള്ള ചെറിയ മിനുക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വാച്ച് എന്ന് പറയുന്നത് എൻ്റെ അല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അപ്പോൾ ഇന്നലെ ക്ലാസ്സിൽ നേരത്തെ അവൾ പോയപ്പോൾ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി തൽക്കാലം വെക്കണം, കാരണം ക്ലാസ്സിൽ നമുക്ക് ഉറപ്പില്ല ഉണ്ടാവുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒരു കൊച്ചിനോട് സ്കിൻ കെയർ ചെയ്യണ കാര്യം ചോദിച്ചു. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ മുഖത്തൊന്നും സ്ഥിരം പറ്റാറില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലും എൻ്റെ അനിയത്തിൽ നിന്ന് തന്നെ തേക്കാറുള്ളൂ. എനിക്ക് അത്യാവശ്യം ടൈം ഉള്ളതുകൊണ്ടും നല്ല വെയിലുള്ളതുകൊണ്ടും ഞാനിപ്പോൾ സാധാരണ ഐലൈനർ മാത്രമേ ഇടാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാൻ സൺസ്ക്രീനും കൂടി ഞാൻ തേക്കുന്നുണ്ട്. അങ്ങനെ 6:30 ആയപ്പോഴേക്കും എൻ്റെ മഫ്ത ചുറ്റലും ഐലൈനർ ഇടലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോവാണ്. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ അവർ ഞങ്ങൾക്ക് മൈനർ അവർ. അപ്പോൾ നേരത്തെ ഞാൻ ഇൻ്റർവെൽ തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ ക്ലാസ്സിൽ കയറി ഇരുന്നിട്ടുണ്ടായി. അപ്പം ഇനിയിപ്പോൾ മിസ്സ് വന്നിട്ട് മൈനർ ക്ലാസ് കേൾക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ലാബിൽ കുറച്ച് റീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സാധാരണ ലാബിൽ നമുക്ക് ഫോൺ കയറ്റാനൊന്നും പറ്റില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ ഞാൻ മെയിൻ റീഡിങ് എടുത്തിട്ട് ആ സാധനം അഴിച്ച് എനിക്ക് വൃത്തിയാക്കാനുണ്ടായിരുന്നു. കാരണം അതിൻ്റെ അകത്തുള്ള സാമ്പിളൊക്കെ നമുക്ക് എടുത്ത് കളയണം. അങ്ങനെ നന്നായിട്ട് തിരിക്കാനൊക്കെ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. കാരണം എൻ്റെ ഗ്രൂപ്പിൽ ബോയ്സൊക്കെ ഉണ്ട് തിരിച്ച് വെച്ചേക്കണം, നല്ല ടൈറ്റാണ് തിരിച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും അത് അവിടെ വെച്ചിട്ട് ബാക്കി റീഡിങ്ങൊക്കെ എടുത്തിട്ട് ആ തിരിക്കലും അഴിക്കലൊക്കെ ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഗ്രൂപ്പിൽ 6 പേരേ ഉള്ളത്. അപ്പോൾ അവരത് ചെയ്തോളും. അപ്പോൾ എനിക്ക് ബാക്കി വാട്ടർ കണ്ടൻറ്റിന് വേണ്ടിയുള്ള ചെറിയൊരു റീഡിങ് മാത്രം എടുക്കാനുള്ളൂ കേട്ടോ.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 3:30 ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേർഡ് സെമ്മിലെ പോലെ വീണ്ടും ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. കാരണം ലാബൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും വൈകും. അപ്പോൾ ഫുഡും കൂടി കഴിച്ചിട്ട് 2:30 ബസ്സിനാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ പൂച്ച ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ കണ്ടപ്പോൾ തന്നെ അടുത്തിട്ടേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡിയായി ഒരു 4:30 ആ സമയമായപ്പോഴേക്കും ഞാൻ പിന്നെ ടേബിൾ ക്ലീൻ ചെയ്യാൻ വന്നു. കാരണം എനിക്കിനി ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി പഠിത്തം അങ്ങോട്ടേക്ക് പെൻഡിങ് വെക്കാനും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ക്ലീനിങ് എന്ന് വെച്ചാൽ ഞാൻ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. സെയിം അതേ മോഡൽ സാധനങ്ങൾ എടുത്തെടുത്ത് മുൻപ് ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ ആ പൊസിഷനിൽ തന്നെ ഇപ്പോഴും വെക്കുന്നുള്ളൂ. പൊസിഷനൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷെ എന്താ പറയുക, എനിക്ക് ആ വിരിപ്പൊക്കെ വിരിക്കാനുണ്ട്. പിന്നെ അതിലെന്തായാലും കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി തടച്ചിട്ട് ഞാൻ അതെല്ലാം തിരിച്ച് വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയും വെക്കുന്നുണ്ട്. കാരണം ഈ ഇന്ത്യൻ എക്സാം കഴിഞ്ഞതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ മാറ്റി ഫയലാക്കി വെക്കാനും എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വൃത്തിയാക്കിനെ കാണുമ്പോൾ എന്തൊരു മനസ്സിന് സമാധാനമാണെന്ന് അറിയാം എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ചെറിയൊരു ഷോപ്പിംഗ് പോകുന്നുണ്ട്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ വാപ്പാക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും കൂടെ പോവാണ്. അപ്പോൾ ന്യൂക്ലിയസ് മാളിലാണ് കേട്ടോ ഞാൻ പോണത്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല. പക്ഷെ കാണുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടുന്ന് തിരിച്ചെത്തിയിട്ട് ഒരു മാരിബസ്കാരം എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും വേമിച്ച് എന്ന് പറയുന്നത് വല്ലുമ്മയാണ്. അപ്പോൾ കപ്പയും ചാളയൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പഠിക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ പഠിക്കണം എന്താണെന്ന് വെച്ചാൽ മൈനറോ അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ കോളേജിൽ പഠിപ്പിക്കണോ ഒന്നുമല്ല. അതല്ലാതെ മൈനറിന് വേണ്ടി നമ്മളൊരു NPTEL കോഴ്സ് ചെയ്യണം. ആ ഒരു കോഴ്സിനുള്ളതാണ് പഠിക്കുന്നത്. കാരണം ഇന്ന് ഒക്ടോബർ 3-4 ആണ്. ശരിക്കും ഒക്ടോബർ 27 ആ ഒരു സമയമാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇതിൻ്റെ എക്സാം ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോസ് കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് നോക്കും, അതിൻ്റെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യും, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. വെച്ചത് മെയിൻ ഫോക്കസ് ചെയ്തൊന്നും ഞാൻ മര്യാദക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്കിനി കുറച്ച് ദിവസം കൊണ്ട് സകല വീഡിയോസും ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യണം. നോട്ട്സ് പ്രിൻ്റ് എടുക്കാമെന്ന് കരുതി. പക്ഷേ എനിക്ക് അത്ര പറ്റിയ നോട്ട്സ് കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുതി തന്നെ എടുക്കുന്നത്. അങ്ങനെ എഴുതി എടുക്കാനും ഉണ്ട്.
8:30 ആ ഒരു സമയപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും തൽക്കാലം നിർത്തിയിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ബാക്കി പഠിക്കാനിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ ഇത്രയുമാണ് ഇപ്പോൾ തൽക്കാലം ഈ ഒരു നേരം കൊണ്ട് ഇരുന്ന് പഠിച്ചതെന്ന് പറയാൻ നോട്ട് എഴുതിയതും അത്യാവശ്യം ക്ലാസ് കേട്ടത് ഇതിന് ഇത്രയും ഉള്ളതാണ്. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുഡ് എന്ന് പറയുന്നത് കഞ്ഞിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചോറിനെല്ലാം കൂടുതൽ ഇഷ്ടം കഞ്ഞിയാണ്. എന്താണെന്നുള്ളത് എളുപ്പം തിന്നാൻ പറ്റും, പക്ഷേ ഇതിനേലും വെള്ള അരിയുടെയാണ് കുറേ ഇഷ്ടം. പിന്നെ ഞാൻ കഞ്ഞിയുടെ ഒപ്പം ചാറ് കറി ഒന്നും കൂട്ടാറില്ല. അപ്പോൾ പപ്പടം കഞ്ഞിയാണ് ഞാൻ കഴിക്കാൻ പോണത്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഒരു 9 മണിയായപ്പോഴേക്കും ഞാൻ വീണ്ടും പഠിക്കാൻ ഇരുന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കോഴ്സ് എന്ന് പറയുന്നത് 12 ആഴ്ചത്തെ കോഴ്സാണ്. അപ്പോൾ ഓരോ ആഴ്ചയിലും 4-5 വീഡിയോസ് ഉണ്ടാകും. ആ വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ 20 മിനിറ്റ്, ചിലപ്പോൾ 30 മിനിറ്റ്, അങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു ഇതല്ല, പല വ്യത്യാസത്തിലായിരിക്കും നമുക്ക് ഉള്ളത്. അപ്പോൾ ഒരു ദിവസം ഒരു 3-4 വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എളുപ്പത്തിൽ എക്സാമിന് മുമ്പ് എല്ലാ വീഡിയോസും നോട്ട്സൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ എനിക്ക് പഠിച്ച് റിവൈസും ചെയ്യാനുണ്ട്. പിന്നെ അതല്ലാതെ 21-ാം തീയതി ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാളാണ് ക്ലാസ് എടുക്കുന്നത്. ആ മിസ്സുമായിട്ട് ഞങ്ങൾക്ക് ലൈവ് ഇൻ്ററാക്ഷൻ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ ഗൂഗിൾ മീറ്റ് കയറണമെന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് അത്യാവശ്യം നമുക്ക് ഇതിനെപ്പറ്റി നല്ല രീതിയിലേക്ക് മനസ്സിലാക്കി വെച്ചാൽ വേണമെങ്കിൽ ഡൗട്ടൊക്കെ ചോദിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ 21-ാം തീയതിക്ക് മുമ്പ് തന്നെ എല്ലാം ഒന്ന് തലയിൽ കയറ്റാനുള്ള പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇരുന്ന് പഠിച്ചപ്പോൾ ഒരു 2 വീഡിയോസോളം എനിക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്കിനി ഒരു വീഡിയോയും അതിൽ കിട്ടുന്ന നോട്ട്സും എഴുതിയെടുക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇത് IIT മദ്രാസിലുള്ള ഒരു മിസ്സാണ് ഞങ്ങൾ കോഴ്സ് എടുക്കുന്നത്. മൈനർ പഠിക്കുന്ന ഒരാൾക്ക് എന്തായാലും ഒരു NPTEL കോഴ്സെങ്കിലും നിർബന്ധമായിട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്നുള്ള ഒരു ഇതാണെന്ന് വെച്ചാൽ നമ്മൾ മൈനർ പഠിക്കുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കോഴ്സ് ആവണമെന്നുണ്ട്. അങ്ങനെ 10 മണിയായപ്പോഴേക്കും ഒരു സമയപ്പോഴേക്കും എൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് നിസ്കാരവും കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണം. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി പഠിത്തവും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എനിക്കറിയാം മുമ്പത്തെ വീഡിയോ കഴിഞ്ഞിട്ട് ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടാണ് ഈ വീഡിയോ ഇടണമെന്നൊക്കെ എനിക്കറിയാം. സോറി എൻ്റെ, കാരണം എനിക്ക് നല്ല തിരക്കുള്ളതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കണ്ടൻറ്റിന് കാണാൻ താല്പര്യമുള്ള ആൾക്കാരെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഒരു കൊച്ചു പറഞ്ഞുകൊണ്ട് പരമാവധി ലെങ്തി ആക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും കമൻറ്റൊക്കെ ഇടാനുണ്ടെങ്കിൽ നിങ്ങൾ ഇടാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.